അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. നസ്രിയ തൻ്റെ പ്രൊഫഷണൽ ലൈഫ് തുടങ്ങുന്നത് ടെലിവിഷൻ അവതാരികയിലൂടെയാണ്. പിന്നീട് 2006 പളുങ്ക് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം ബാലതാരമായി എത്തി. പിന്നീട് നസ്രിയ 2013 മാഡ് ഡാഡ് എന്ന ചിത്രത്തിലൂടെ നായികയായി വളർന്നു. അഭിനേത്രി, അവതാരിക എന്നതിലുപരി ഒരു ഗായിക കൂടിയാണ് നസ്രിയ. ഏതാനും ചിത്രങ്ങളിൽ പിന്നണി ഗായികയായി നസ്രിയ പാടിയിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും 2014 ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിക്കുമ്പോഴാണ് നസ്രിയയുടെ ജീവിതത്തിലേക്ക് ഫഹദ് ഫാസിൽ കടന്നു വരുന്നത്. 2014 ഓഗസ്റ്റ് 21 ഇരുവരുടെയും വിവാഹം. വിവാഹത്തിന് ശേഷം നസ്രിയ അഭിനയ രംഗത്തുനിന്ന് ഒരു ബ്രേക്ക് എടുത്തിരുന്നു. വളരെ നല്ലൊരു കുടുംബജീവിതവുമായി മുമ്പോട്ട് പോവുകയാണ് താര ജോഡികൾ. ഇരുവരുടെയും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നസ്രിയയുടെയും ഫഹദിൻ്റെയും പെറ്റ് ഡോഗ് ഓറിയോ എന്ന് വിളിക്കുന്ന പെറ്റ് ഡോഗ്. നസ്രിയയുടെയും ഫഹദിൻ്റെയും ജീവിതത്തിലെ മൂന്നാമതൊരാളായാണ് അവർ കണക്കാക്കുന്നത്. നസ്രിയ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ആക്റ്റീവാണ്. ഇൻസ്റ്റാഗ്രാമിൽ നസ്രിയ പങ്കുവയ്ക്കുന്ന ഓറിയോയുടെ ചിത്രങ്ങളെല്ലാം തന്നെ വൈറലാണ്. ഇപ്പോൾ നസ്രിയ ഓറിയോയുടെ പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇരുവരുടെയും പ്രിയ പെറ്റ് ഡോഗാണ് ഓറിയോ എന്നുള്ളത്. മൈ വോൾ ഹാർട്ട് എന്നുള്ള ക്യാപ്ഷനോടുകൂടിയാണ് നസ്രിയ ഓറിയോയുടെ ഏറ്റവും പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. 30 ദിവസമുള്ളപ്പോഴായിരുന്നു ഓറിയോ നസ്രിയയ്ക്ക് കിട്ടുന്നത്. ഓറിയോയുടെ ഒരു പിറന്നാളിന് നസ്രിയ ചിത്രത്തിന് താഴെ നസ്രിയ എഴുതിയിരുന്നത് ഇങ്ങനെ: 40 ദിവസമുള്ളപ്പോഴാണ് ഈ മങ്കി എനിക്ക് കിട്ടുന്നത്. ചുള്ളുമ്പോഴൊക്കെ ഞാൻ ഇവനോട് എൻ്റെ സങ്കടങ്ങളൊക്കെ പറയാറുണ്ട്. എനിക്കറിയാം അവനെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന്. എൻ്റെ ഒരു മകനെ പോലെ തന്നെയാണ് ഇവൻ എന്നൊക്കെയായിരുന്നു നസ്രിയെ കുറിച്ചിരുന്നത്. എന്ത് വിശേഷ ചടങ്ങ് വന്നാലും ഓറിയനെ ഒരുക്കി സുന്ദരനായിട്ട് തന്നെയാണ് നസ്രിയയും ഫഹദും വയ്ക്കുന്നത്. അടിക്കടെ നസ്രിയ സോഷ്യൽ മീഡിയയിൽ ഓറിയോയുടെ ചിത്രങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. ഓറിയോയ്ക്കൊരു വലിയ ആരാധകർ തന്നെയുണ്ട്.